everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021 ബാച്ച് മുതലുള്ള കുട്ടികളുടെ 3rd സെമസ്റ്റർ അതേപോലെ തന്നെ 5th സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 1st വീക്കിനുള്ളിലായിട്ട് തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷമാണെങ്കിൽ പിന്നെ ഫൈന് കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സെപ്റ്റംബറിലേക്ക് നിൽക്കേണ്ട, ഈ മാസം തന്നെ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ എല്ലാവരും അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ട്യൂഷൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് ചാൻസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ സപ്ലി ഉള്ളൂ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വട്ടം തന്നെ നിങ്ങളത് ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ 3rd സെമ്മിൻ്റെ BCom BBA ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ക്രിഷ് ടോക്സ് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ബിസിനസ് റെഗുലേഷൻ, അത് നമ്മുടെ BComമാർക്കും BBAക്കാർക്കും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണ്. BBAക്ക് ഒരു ചാപ്റ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ബാക്കി 18ഓളം ചാപ്റ്റേഴ്സ് 2 പേർക്കും സെയിം തന്നെയാണ്. അപ്പോൾ ബിസിനസ് റെഗുലേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്, ഈ സബ്ജക്റ്റും തിയറി സബ്ജക്റ്റ് തന്നെയാണ്. അതേപോലെ HRM. അപ്പോൾ ഈ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ 3rd സെമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ 5th സെമ്മിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ BCom BBA സ്പെഷ്യലൈസേഷനൊക്കെ വന്നതുകൊണ്ട് ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ് വരുന്നത്. പക്ഷെ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു സബ്ജക്റ്റ് BRM ആണ്. BCom കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വരുന്നത് BRM ആണ്. അപ്പോൾ BRM നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ BCom ഫിനാൻസിൻ്റെ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന തിയറി സബ്ജക്റ്റ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അത് ഒരു പ്രോബ്ലം പേപ്പറാണ് ആക്ച്വലി, പക്ഷേ അതിൻ്റെ തിയറി പോർഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫീസ് കുറവായിരിക്കും. പിന്നെ BBAയുടെ 5th സെമ്മിൽ HRM, കൺസ്യൂമർ ബിഹേവിയർ BBAക്കാരുടെയാണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, അത് സ്പെഷ്യലൈസേഷൻ എടുത്ത കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ടാവും സബ്ജക്ട്സിൽ. അത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ സപ്ലി അതിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് 3rd സെമ്മിലെയും 5th സെമ്മിലെയും ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 by 1 ആയിട്ടൊക്കെയാണ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്റ്റ് വീതമൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക മിക്സ് ചെയ്തിട്ട് ബാച്ചുകൾ. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഒക്ടോബർ 1st തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാസമാണ് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തെ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് പകുതിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ 1-2 സബ്ജക്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പകുതി ഇങ്ങനെ അത് 2 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് അങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രിഷ് ടോക്സിൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്. ഇതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ഓഗസ്റ്റ് 15th തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആഴ്ചയിൽ ചിലപ്പോൾ 2-3 ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 1 hour വെച്ചിട്ടായിരിക്കും ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ് ആണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്, റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് ഫീസോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി ഓഗസ്റ്റ് 12 ആണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 12 ബുധനാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടവർ വേഗം നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തിടുക, ഫീസ് അടച്ച് ബുക്ക് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് 15 തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസിൽ തന്നെ നമുക്ക് സപ്ലികളെല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലി ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വേഗം 12 മുന്നായിട്ട് ആ ഡിസ്കൗണ്ടഡ് ഫീസിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. 12 ശേഷം എടുക്കുന്നവർക്ക് ഒരു ഡിസ്കൗണ്ടഡ് ഫീസിൻ്റെ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.